ഒരു വീട്ടിൽ ഒരു കുടുംബം ക്രൂരമായി കൊല്ലപ്പെട്ടു. പിന്നീട് അവിടെ താമസിക്കാൻ വന്നവർ വെറും 28 ദിവസം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ 28 ദിവസം എന്താണ് അവിടെ സംഭവിച്ചത്? 1974 സ്വന്തം മകൻ ഒരു കുടുംബത്തിലെ എല്ലാവരും തന്നെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ആരും തന്നെ രക്ഷപ്പെട്ടില്ല. പക്ഷെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, അപ്പുറത്തെ വീട്ടുകാരൊന്നും ഒരു ശബ്ദവും കേൾക്കുകയുണ്ടായില്ല. ഒരു വർഷത്തിന് ശേഷം പുതിയൊരു കുടുംബം ഈ വീട് വിലയ്ക്ക് വാങ്ങിക്കുന്നു. വീടിന് വില വളരെ കുറവായിരുന്നതിനാൽ അവർ വളരെ സന്തോഷപൂർവ്വമാണ് ആ വീട്ടിലേക്ക് വന്നത്. പക്ഷേ അവർക്കറിയില്ലായിരുന്നു ആ വീട്ടിൽ എന്താണ് അവരെ കാത്തിരിക്കുന്നതെന്ന്. താമസിക്കുന്നതിന് മുമ്പ് ഒരു പ്രീസ്റ്റ് വന്ന് ആ വീട് ബ്ലസ് ചെയ്തു. പക്ഷേ ഒരു മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. ഗെറ്റ് ഔട്ട്! അതൊരു മനുഷ്യന്റെ ശബ്ദമായിരുന്നില്ല, മറ്റേതു ജന്തുവിന്റെ തൊണ്ടയിൽ നിന്നുള്ള ശബ്ദമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രീസ്റ്റ് ആ കുടുംബത്തോട് പറഞ്ഞു, ഈ വീടൊട്ടും സേഫ് അല്ല, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. തുടക്കത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഒറ്റ പ്രശ്നം മാത്രം, ആ കുടുംബത്തിലെ എല്ലാവരും തന്നെ പുലർച്ചെ 3:15 തനിയെ എഴുന്നേക്കും. അതെന്തായിരിക്കും അങ്ങനെ? എല്ലാവരും തന്നെ എഴുന്നേക്കുമായിരുന്നു. പിന്നീട് ചുമരുകളിൽ നിന്ന് സ്ലൈം പോലുള്ള വസ്തു ഒഴുകി വരാൻ തുടങ്ങി. എല്ലാ ചുമരിൽ നിന്നും വരാൻ തുടങ്ങി. അതെന്തായിരിക്കും അതിന്റെ കാരണം? അവർ ചിന്തിച്ചു. പക്ഷേ ഇതിനേക്കാളൊക്കെ ഭീകരമായൊരു കാര്യമെന്ന് പറഞ്ഞാൽ, അമേരിക്കയിലെ കൊടും മഞ്ഞുകാലത്ത് ഒരു ചെറു പ്രാണി പോലും സർവൈവ് ചെയ്യാത്ത ആ മഞ്ഞുകാലത്ത് ആ വീടിന്റെ ജനലുകളിൽ ലക്ഷക്കണക്കിന് ഈച്ചകൾ വന്നിരിക്കുമായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും അവയവിടുന്ന് പോവാൻ തയ്യാറായില്ല. ഒരു പക്ഷേ അസ്വാഭാവികമായിട്ടുള്ള ഈച്ചകളുടെ പ്രസൻസ് ചെകുത്താന്റെ വരവനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രശ്നങ്ങളുടെ അടുത്ത തലം സ്റ്റാർട്ടായിരുന്നു. ആ വീട്ടിലെ കൊച്ചുകുട്ടി എല്ലാവരോടും പറയാൻ തുടങ്ങി, തനിക്കൊരു കൂട്ടുകാരനുണ്ടെന്നും അവന്റെ പേര് ജൂഡി എന്നാണെന്നും. ഇതിൽ അത്ഭുതം എന്തെന്നാൽ ജൂഡിയെ മറ്റാരും കണ്ടിട്ടില്ല. ഒരു ദിവസം രാത്രി എല്ലാവരും തന്നെ വിചിത്രമായൊരു കാഴ്ച കണ്ടു. രാത്രിയിൽ ആ വീടിന്റെ പുറകുവശത്തോടുള്ള ജനലിൽ തിളങ്ങുന്ന 2 ചോരക്കണ്ണുകൾ. ജൂഡിയായിരുന്നു അത്. ആ വീട്ടിലെ പിതാവിനായിരുന്നു ഏറ്റവും വലിയ മാറ്റം. അദ്ദേഹത്തിന്റെ സ്വഭാവം പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി. പെട്ടെന്ന് ദേഷ്യം വരാനും ചെറിയ കാര്യങ്ങൾക്ക് ഉപദ്രവിക്കാൻ തുടങ്ങി. ആ കുടുംബത്തിലുള്ളവർക്കെല്ലാം മനസ്സിലായി, ഈ വീട്ടിൽ എന്തോ ഒരു ശക്തിയുണ്ട്. അത് തങ്ങളെയെല്ലാം സ്വാധീനിക്കാനും തങ്ങളിലോട്ട് കയറാനും തങ്ങളെ പതിയെ പതിയെ മാറ്റിയെടുക്കാനും തുടങ്ങിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും ബുദ്ധി. അങ്ങനെ 28-ാം ദിവസം രാത്രിയിൽ ആ കുടുംബം എല്ലാം വിട്ടെറിഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും തന്നെ വേണ്ട, ഞങ്ങളുടെ ജീവൻ മാത്രം മതി. ഇത് സത്യമാണോ അതോ കള്ളമാണോ? സത്യമാണെന്നും കള്ളമാണെന്നും പറയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?